പരിണയം. അച്ഛനത്ര താല്പര്യം തോന്നുന്നു. ശബരി ഗായത്രിയോടായി പറഞ്ഞു. ഇനി എന്തിനാ നിങ്ങളുടെ അച്ഛന്റെ താല്പര്യമൊക്കെ നോക്കുന്നത്? അതിന് അച്ഛനു വേണ്ടിയല്ലല്ലോ വിവാഹം ആലോചിക്കുന്നത്. ഓൾറെഡി കുട്ടികൾ തമ്മിൽ പരസ്പര ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് എനിക്കും മാനവിന്റെ വീട്ടുകാർ പറഞ്ഞതിനോടാണ് യോജിപ്പ്. എത്രയും പെട്ടെന്ന് ആഡംബര പൂർണ്ണമായി തന്നെ കുട്ടികളുടെ എൻഗേജ്മെന്റ് നടത്തണം. ശേഷം വിവാഹം. ഈ നാടൊട്ടുക്ക് വിളിച്ചു വേണം ഇവരുടെ വിവാഹം നടത്താന്. ഗായത്രി വാശിയോടെ പറഞ്ഞു. എന്റെ ഗായത്രി, ഇനിയെങ്കിലും നിന്റെ വാശിയൊന്ന് അവസാനിപ്പിക്ക്. ശബരിനാഥൻ അവരോട് ആവശ്യപ്പെട്ടു. ഒരു പുച്ഛത്തോടെ അയാളെ നോക്കിക്കൊണ്ട് അവരകത്തേക്ക് കയറിപ്പോയി. അവർക്ക് തൊട്ടു പിന്നാലെ അർജുനും മുറിയിലേക്ക് പോയതോടെ ആലോചനയോടെ ശബരിനാഥൻ ലിവിംഗ് റൂമിൽ തന്നെയിരുന്നു. അയാൾക്ക് ആ സമയം ആരോഗ്യ ഓർമ്മ വന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപക്ഷെ ഇന്നീ സമയം തന്റെ മകനൊപ്പം ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നവൾ അവളായിരുന്നു. അവളുടെ കണ്ണീരിന്റെ മുകളിൽ തന്റെ മോൻ കെട്ടിപ്പടുക്കാൻ പോകുന്ന ജീവിതം എങ്ങനെയുള്ളതാകുമെന്ന് ആലോചിച്ചിട്ട് ശബരിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം മകനാണ്, തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം അവന്റെ ജീവിതത്തിൽ നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശബരിയും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. പിറ്റേന്ന് ആരോഹി ഓഫീസിലേക്ക് വരുമ്പോൾ പതിവിന് വിപരീതമായി അക്ഷിത് ക്യാബിനിലുണ്ടായിരുന്നു. സാധാരണ അവനങ്ങനെ നേരത്തെ വരാറില്ലാത്തതുകൊണ്ട് തന്നെ അവനെ നോക്കിയ ആരോഹിയുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് ചുരുങ്ങി. സിസ്റ്റത്തിൽ നിന്ന് അക്ഷയ് മുഖമുയർത്തി നോക്കിയപ്പോഴും ആരോഹി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്നുകൊണ്ട് അവനെ നോക്കി. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. മറുപടിയായി അവന്റെ ഭാഗത്തു നിന്നും ഒരു മൂളൽ ലഭിച്ചതും ആരോഹി അവളുടെ സീറ്റിലേക്കിരുന്നു. പതിയെ സിസ്റ്റം ഓണാക്കി വർക്ക് തുടങ്ങാൻ പോകുന്ന നേരത്താണ് ആരോഹിയുടെ കണ്ണുകൾ അറിയാതെ അക്ഷിതിലേക്ക് പാളി നീണ്ടത്. കയ്യിൽ ഇരിക്കുന്ന പെൻ താടിത്തുമ്പിലേക്ക് മുട്ടിച്ച് കാര്യമായ ആലോചനയിലിരിക്കുന്നവനെ അല്പനേരം അവളും കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി. ശേഷം സമയം മുന്നോട്ട് പോകുന്നുവെന്ന് കണ്ടതും പതിയെ സിസ്റ്റത്തിലേക്ക് മുഖം താഴ്ത്തി. ഏകദേശം ലഞ്ച് ബ്രേക്കിനോടടുക്കാറായപ്പോഴാണ് അക്ഷിത് പതിയെ ആരോഹിയോട് സംസാരിച്ചു തുടങ്ങിയത്. ആരോഹി. അവൻ ഇരുന്നിടത്ത് ഇരുന്നു കൊണ്ട് ആരോഹിയെ വിളിച്ചു. അവൾ സീറ്റിലിരുന്ന് മുഖമുയർത്തി അക്ഷിതിനെ നോക്കി. തനിക്കൊരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. വലിയ മുഖവുരിയൊന്നും കൂടാണ്ട് അക്ഷി സംസാരിച്ചു തുടങ്ങിയതും ആരോഹിയുടെ നെറ്റി ചൊളിഞ്ഞു. അവൾ അവനെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു. ഇന്നലെ ഇവിടെ വന്നില്ലേ എന്റെ ഫ്രണ്ട് സിദ്ധാർത്ഥ്? അവനാണ് ആള്. അതുകൂടി കേട്ടതോടെ ആരോഹിയുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി മറിഞ്ഞു. സാറിനുള്ള പണി നോക്കിയാ പോരെ? എന്തിനാ വെറുതെ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? തൽക്കാലം സാർ എനിക്ക് വിവാഹം ആലോചിക്കൊന്നും വേണ്ട. സമയമാകുമ്പോൾ എന്റെ വീട്ടുകാർ തന്നെ എനിക്കൊരുവനെ കണ്ടെത്തി തന്നോളൂ. ആരോഗ്യ അല്പം ദേഷ്യത്തിലങ്ങ് പറഞ്ഞു. അവളുടെ മുഖത്തെ ഭാവമാറ്റവും ദേഷ്യവും എല്ലാം കൂടി കാണിക്കെ അക്ഷിതിനും വല്ലാത്ത ദേഷ്യം വന്നു. ദേ നോക്ക്, അവൻ എന്റെ ഫ്രണ്ടാണ്. അവൻ ജസ്റ്റ് എന്നോട് ഇതേപ്പറ്റി സൂചിപ്പിച്ചു. ഞാൻ നിന്നോടത് പറഞ്ഞു. തനിക്കത് താല്പര്യമില്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കണ്ട, കേട്ടല്ലോ? അതും പറഞ്ഞുകൊണ്ട് അക്ഷി ദേഷ്യത്തോടെ അവന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയി. അബദ്ധം പറ്റിയതുപോലെ ആരോഹി തലയ്ക്ക് കൈകൊടുത്തിരുന്നു പോയി. സത്യം പറഞ്ഞാല് അക്ഷി ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെ ആയിരുന്നില്ല റിയാക്ട് ചെയ്യേണ്ടിയിരുന്നതെന്ന് ആരോഹിക്ക് തോന്നി. താൻ അല്പം കൂടുതൽ ദേഷ്യം കാണിച്ചതുപോലെ. പക്ഷെ എത്ര ചിന്തിച്ചിട്ടും അതെന്തുകൊണ്ടാണെന്ന് മാത്രം ആരോഹിക്ക് മനസ്സിലായില്ല. ദിവസങ്ങൾ ഓരോന്നും തെന്നി മാറിപ്പൊയ്ക്കൊണ്ടേയിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരും തമ്മിലുള്ള കൊണ്ടുപിടിച്ച ചർച്ചയായിരുന്നു എൻഗേജ്മെന്റിനെ കുറിച്ച്. ഗായത്രിക്കാണെങ്കിൽ വസുതയും ആരോഹിയും കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ലായിരുന്നു. ആരോഹിയാണെങ്കിൽ ആ വക സംസാരങ്ങൾക്കൊന്നും ചെവി കൊടുക്കില്ലെങ്കിൽ പോലും വസുതയ്ക്ക് ഗായത്രിയുടെ കളിയാക്കലുകൾ എവിടെയൊക്കെയോ വിഷമം തോന്നിപ്പിച്ചു. ഒരു മംഗളകർമ്മം നടത്താൻ പോകുന്ന സാഹചര്യം അതായതുകൊണ്ട് മാത്രം വസുത ഗായത്രിക്കുള്ള മറുപടി നൽകിയില്ല. എങ്കിലും അവരുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ അർജുന്റെയും ആവണിയുടെയും എൻഗേജ്മെന്റിന്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആരോഹിക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണം എന്നൊരു മോഹം തോന്നിയത്. ആദ്യം വാങ്ങാമെന്ന് തീരുമാനിച്ചെങ്കിലും പിന്നീട് വസുതയും ആരോഹിയും ചേർന്ന് അതുണ്ടാക്കാമെന്നായി. അങ്ങനെ അടുക്കളയിൽ കാര്യമായ ജോലികളായിരുന്നു അവർ. അതേ സമയത്താണ് ആരോ വന്നിട്ട് വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചത്.
കഴുത്തിലൂടെ ചുറ്റിയിട്ടിരുന്ന ഏപ്രൻ അടുക്കളയിൽ തന്നെ വെച്ചുകൊണ്ട് ആരോഹിയാണ് വന്ന് വാതിൽ തുറന്നത്. ആരോഹിക്ക് പിന്നാലെ വസതിയും അവിടേക്ക് വന്നിരുന്നു. ഗായത്രി ശബരിയുമാണ് മുമ്പിൽ നിൽക്കുന്നത്. ആരോഹിയുടെ മുഖം കൂടുതൽ കടുപ്പത്തിലായി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൾ ശബരിയോട് സംസാരിക്കാറേയില്ല. ശബരി അലിവോടെ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി. അയാളെ ഒരു നോട്ടം കൊണ്ടുപോലും ഗൗനിക്കാതെ നിന്നു ആരോഹി. വീടിന് മുൻപിൽ വന്നവരെ മടക്കി അയക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ലല്ലോ. അതുകൊണ്ട് മാത്രം വസുധ അവർക്കടുത്തേക്ക് ചെന്നു. വരൂ ഏട്ടാ. ശേഷം ഗായത്രിയെ നോക്കി അകത്തേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. ശബരിനാഥൻ ആ വീടിന്റെ പടികൾ കയറാൻ തുടങ്ങിയതും ഗായത്രി പെട്ടെന്ന് അയാളുടെ കൈക്ക് പിടിച്ചു. കയറുന്നില്ല വസ്തേ, അറിഞ്ഞു കാണുമല്ലോ അവിടുത്തെ വിശേഷം. ഒരാഴ്ച കൂടി കഴിഞ്ഞ് അർജുന്റെ ആവണിയുടെ എൻഗേജ്മെന്റ് ആണ്. എൻഗേജ്മെന്റ് ആഡംബരമായി നടത്തണമെന്നാണ് മാൻവി മോളുടെ വീട്ടുകാർക്ക് താല്പര്യം. ഞങ്ങൾ പറഞ്ഞതാ കുറച്ച് സിമ്പിളായി നടത്താന്ന്. അപ്പൊ അവർക്കങ്ങനെ വേണ്ടത്രേ. അവർക്ക് ഒരുപാട് പണമൊക്കെ ഉള്ളതുകൊണ്ടും അവരുടെ റിലേറ്റീവ്സും ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ വരുന്നതുകൊണ്ടും നല്ല രീതിയിൽ നടത്തണം പോലും. സ്റ്റാറ്റസ് ഒട്ടും കുറയ്ക്കാനും പറ്റില്ലത്രേ. എവിടേക്കോ കൊള്ളാതെ കൊള്ളിച്ചുകൊണ്ടുള്ള വർത്തമാനമാണ് ഗായത്രിയുടേത്. അകത്തെ ലിവിംഗ് റൂമിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന വസുദേവൻ ഗായത്രിയുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് വല്ലാത്ത വേദന തോന്നി. തന്റെ മകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്, പോയിട്ട് ദാ ഇൻവിറ്റേഷൻ ഇവിടെ തരാൻ വേണ്ടിയാ വന്നത്. വസുധ അത് വാങ്ങാനായി കൈനീട്ടിയെങ്കിലും ഗായത്രി അത് മനഃപൂർവ്വം ആരോഹിയുടെ കയ്യിൽ തന്നെ വെച്ചുകൊടുത്തു. ശേഷം അവളുടെ മിഴികളിലേക്കാണ് സൂക്ഷിച്ചു നോക്കിയത്. സങ്കടത്തിന്റെ നേരിയ ഒരു കണിക പോലും ഗായത്രിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതീവ സന്തോഷവതിയായിരുന്നു ആരോഹി. ആരോഹിയുടെ മുഖത്തെ സന്തോഷം കാണുക ഗായത്രിക്ക് എന്തെന്നില്ലാത്ത കുശുമ്പ് തോന്നി. എല്ലാരും വരണം കേട്ടോ. വാസുദേവൻ എവിടെ? അകത്ത് കയറിയിരിക്കുവാണോ? ഗായത്രി തല അകത്തേക്ക് ഇട്ടു നോക്കി കളിയാക്കും പോലെ ചോദിച്ചു. അവരുടെ ആ സംസാരം കൂടി കേട്ടതോടെ വായിച്ചുകൊണ്ടിരുന്ന പത്രം ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് മുണ്ടും മടക്കി കുത്തി വാസുദേവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആഹാ, ആരത്? ഗായത്രി ഏടത്തിയോ? ഏടത്തി എന്നുള്ള വാക്കിന് അല്പം സ്ട്രെസ് കൊടുത്തായിരുന്നു വാസുദേവൻ പറഞ്ഞത്. വാസുദേവനെ കണ്ടതും ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് ഗായത്രി അല്പം പിന്നിലേക്ക് നീങ്ങി നിന്നു. അത്ര സുഖകരമല്ലാത്ത ഒരു ഓർമ്മയുണ്ട് ഗായത്രിക്കും വസുദേവനും തമ്മിൽ. സത്യം പറഞ്ഞാൽ വാസുദേവൻ യാത്രയിലോ മറ്റോ ആയിരിക്കുമെന്ന് കരുതിയാണ് അത്ര കാര്യമായിട്ട് വാസുദേവനെക്കുറിച്ച് ഗായത്രി ചോദിച്ചതുപോലും. പണ്ടൊന്നുമല്ല, ഇപ്പോഴൊന്നുമല്ല, പണ്ടൊരിക്കൽ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ വസുധയെ ആളുകളുടെ മുൻപിൽ വെച്ച് കുറ്റപ്പെടുത്തി എന്തോ ഗായത്രി സംസാരിച്ചു. അനാവശ്യമായ ഒരു സംസാരമായിരുന്നു അത്. അന്ന് ദേഷ്യം വന്ന വാസുദേവൻ മുന്നും പിന്നും ചിന്തിക്കാതെ ഗായത്രിയെ നോക്കി നല്ല 4 വർത്താനം പറഞ്ഞെന്ന് മാത്രമല്ല, അവരെ കയ്യോങ്ങി അടിക്കാൻ കൂടി ചെല്ലുക. എല്ലാവരും ചേർന്ന് വാസുദേവനെ പിടിച്ചു മാറ്റുകയായിരുന്നു. അതിനുശേഷം ഗായത്രിക്ക് വാസുദേവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മുട്ടിയിടിക്കും. എന്നാലോ വാസുദേവൻ ഇല്ലാത്ത സമയങ്ങളിൽ അയാളെ കളിയാക്കി ആരോഹിയോടും വസുദേയോടും ഓരോന്നൊക്കെ സംസാരിക്കുകയും ചെയ്യും. ആ, അത് വാസുദേവ, ഞങ്ങൾ മോന്റെ എൻഗേജ്മെന്റ് വിളിക്കാൻ വന്നതാ. ലെറ്റർ ആരോഹിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാരും വരണേ. ആരോഹി വരാതിരിക്കരുത് കേട്ടോ. ഇനി നീ വന്നില്ലെങ്കിൽ ആളുകൾ അതിലാവും ഓരോന്നൊക്കെ പറഞ്ഞു പരത്തുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം നാട്ടുകാർക്കൊക്കെ അറിയായിരുന്നല്ലോ. അതിനെന്താ അപ്പച്ചി, ഞാൻ ഉറപ്പായും വന്നിരിക്കും. പിന്നെ ഒന്നുമില്ലെങ്കിലും 5 വർഷം എന്നെ പ്രേമിച്ചു പറ്റിച്ച എന്റെ മുറിച്ചെറുക്കന്റെ എൻഗേജ്മെന്റ് അല്ലേ, മുൻപിൽ തന്നെ ഞാൻ ഉണ്ടാവും സന്തോഷമായിട്ട്. അപ്പച്ചി ചെല്ല്. ഇറങ്ങിപ്പോകാൻ പറയാതെ പറയുകയായിരുന്നു ആരോഹി. ആരോഹിയുടെ വാക്കുകൾ ഗായത്രി വല്ലാണ്ട് ദേഷ്യം നിറച്ചു. ശബരിനാഥനാണെങ്കിൽ അപ്പോഴും ഗായത്രി പറഞ്ഞതൊന്നും കേട്ടിട്ടേയില്ല എന്ന മട്ടിൽ ആരോഹിക്കെന്നെ നോക്കി നിൽക്കുകയാണ്. എന്ത് നോക്കി നിൽക്കുവോ മനുഷ്യ, നിങ്ങളൊന്ന് വരുന്നുണ്ടോ? ദേഷ്യത്തോടെ ഗായത്രി പറഞ്ഞതും ശബരി അവരെ ഒന്നു നോക്കി. നീ വീട്ടിലേക്ക് പൊയ്ക്കോ ഗായത്രി, ഞാൻ വന്നോളാം. അതുകൂടി കേട്ടതോടെ ഗായത്രിയുടെ ദേഷ്യം പിന്നെയും കൂടി. ചവിട്ടി കുലുക്കിക്കൊണ്ടവർ വീട്ടിലേക്ക് നടന്നു. ശബരി പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വസുധയും ആരോഹിയും വീട്ടുപടിക്കൽ തന്നെ നിന്നു. അവർക്കടുത്തായി വാസുദേവനുമുണ്ട്. ആരോഹി മോളെ. ശബരി അവളെ പേരെടുത്ത് വിളിക്കാൻ ശ്രമിച്ചു. വേണ്ട മാമ, ഇനി എന്നോട് കഴിഞ്ഞതിനെപ്പറ്റി സംസാരിക്കണ്ട.
ഞാൻ ഓൾറെഡി മറന്നു കഴിഞ്ഞ കാര്യങ്ങളാണതൊക്കെ. അത് വെറുതെ ചികഞ്ഞ് പുറത്തെടുക്കാൻ നിൽക്കണ്ട. മാമൻ കരുതും പോലെ എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ഒരിക്കലും മാമന്റെ മോൻ നശിച്ചു പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയുമില്ല. എന്തായാലും അപ്പച്ചിയുടെ കാഴ്ചപ്പാടല്ല ഇക്കാര്യത്തിൽ എനിക്ക്. പിന്നെ മാമൻ ഇനിയും എന്റെ മുമ്പിൽ വന്നു നിന്ന് ക്ഷമ ചോദിക്കരുത്. പുറത്തു തരാൻ കഴിയുന്ന ഒരു തെറ്റല്ല മാമൻ എന്നോട് ചെയ്തത്. അർജുനേട്ടന്റെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും അറിയാമായിട്ടും പിന്നെയും ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ. എന്റെ ജീവിതം എന്താകുമായിരുന്നു? നാളെ ഒരു സമയത്ത് ആവണിക്കാണ് ഈ ഗതി വരുന്നതെങ്കിൽ മാമൻ എത്രത്തോളം വിഷമിക്കുമായിരുന്നു. ആരോഗ്യത് പറഞ്ഞതും ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ശബരി. മാറിപ്പോയ അയാളുടെ മുഖഭാവം കാണുക ആരോഗ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഊറിക്കൂടി. കണ്ടോ, മാമൻ അങ്ങനെ ഒരു കാര്യം സങ്കല്പിച്ചു നോക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം മോള് ഇത്രയും വൃത്തികെട്ട ഒരുത്തന്റെ കൂടെ ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ എന്റെ അമ്മയുടെ അച്ഛന്റെ മാനസികാവസ്ഥ എന്താകുമായിരുന്നു? അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മാമനോട് ഈ ജന്മം ക്ഷമിക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ പറയുവാണ്, എന്റെ മനസ്സിൽ മാമനോട് യാതൊരു ദേഷ്യമോ പരിഭവമോ ഇല്ല. പിന്നെ പഴയതുപോലെ മിണ്ടാനും ഇടപെടാനും എന്നെക്കൊണ്ട് ഇനി സാധിക്കുമോ എന്നറിയില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം, അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. അതും പറഞ്ഞുകൊണ്ട് വസുതയുടെയും വാസുദേവന്റെയും മുഖത്തേക്ക് ഒന്ന് നോക്കി ആരോഗ്യ പതിയെ അകത്തേക്ക് നടന്നു. തളർച്ചയോടെ ശബരി ആ പടിക്കെട്ടിലേക്കിരുന്നു. വസുത അയാൾക്കരികിലേക്കും. ഏട്ടാ, മോള് പറഞ്ഞത് തന്നെയാണ് ഇക്കാര്യത്തിൽ ശരി. ഏട്ടനോട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തോ വല്ലാത്തൊരു അകൽച്ച വന്നു പോയതുപോലെ തോന്നുക. വസുത കൂടി പറഞ്ഞതോടെ ശബരി ഇരുന്നിടത്തു നിന്ന് എണീറ്റു. എനിക്ക് മനസ്സിലാകും വസുതയെ, അത്ര നല്ലൊരു കാര്യമല്ലല്ലോ എന്റെ മകൻ അവളോട് ചെയ്തത്. ഒരിക്കലും ഒരു പെണ്ണിനും പൊറുക്കാൻ കഴിയാത്തൊരു വലിയ തെറ്റല്ലേ. അതുകൊണ്ട് മാപ്പ് ചോദിക്കാൻ മാത്രമേ എനിക്ക് ഈ നിമിഷമാകൂ. പിന്നെ ഞാൻ ചെയ്തൊരു വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ എല്ലാം നിങ്ങളിൽ നിന്നും മറച്ചു. ഞാനും കരുതി എല്ലാവരെയും പോലെ വിവാഹം കഴിഞ്ഞു ചിലപ്പോൾ അവൻ നന്നാകൂന്ന്. പക്ഷേ വഴി പിഴിച്ചുപോയ മക്കളെ നന്നാക്കിയെടുക്കാനുള്ള മരുന്നല്ല വിവാഹം എന്ന തിരിച്ചറിവ് എനിക്ക് വളരെ വൈകിയാണ് വന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് രണ്ടാളോട് ക്ഷമ ചോദിക്കുകയാണ്. വസുതയും വാസുദേവനെയും നോക്കി കൈ കൂപ്പിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ വാസുദേവൻ വാരത്തേക്ക് നടന്നു. അയാളുടെ ആ പോക്ക് അത് വസുതയിലും വല്ലാത്ത വിഷമം ഉണ്ടാക്കി. പക്ഷെ അവർ ചിന്തിച്ചു, അതുതന്നെയാണ് ശരി, അതാണ് ശരി. വസുത അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ആരോഗ്യ ബാക്കിയാക്കിയ പണികൾ തുടരുകയാണ്. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം കരഞ്ഞിട്ടുണ്ടെന്ന്. കൺപീലികളും പുരികവുമൊക്കെ നനഞ്ഞൊട്ടിയിരിക്കുന്നു. കരഞ്ഞിട്ട് താനതറിയാതിരിക്കാൻ വേണ്ടി മുഖം കഴുകിയിട്ടുള്ള നിൽപ്പാണ്. വസുത പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല അവളോട്. ആരോഗ്യയുടെ സങ്കടം തികച്ചും ന്യായമാണ്. കാര്യം തനിക്ക് മറ്റു രണ്ട് ആങ്ങളമാർ കൂടി ഉണ്ടെങ്കിലും അവൾക്ക് ഏറെ പ്രിയം ശബരിയോടായിരുന്നു. മറ്റെല്ലാവരെയും മാമാന്ന് വിളിച്ചപ്പോൾ ശബരിയെ മാത്രം മാമച്ച എന്നാണ് അവൾ വിളിച്ചത്. ആ സമയം വാസുദേവൻ ഗൾഫിലായിരുന്നു. അയാൾ അന്ന് നല്ല നിലയിലും. നെടുവീർപ്പോടെ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു വസുത. മോളെ, അവർ പതിയെ ആരോഗ്യ വിളിച്ചു. വസുതയുടെ ചുമലേക്ക് മുഖം ചേർത്ത് വെച്ച് ആരോഗ്യ പൊട്ടി പൊട്ടിക്കരഞ്ഞു. പോട്ടെ, എല്ലാം കഴിഞ്ഞുപോയതല്ലേ. അതൊക്കെ നമ്മൾ മറന്നു തുടങ്ങിയതാണ്. ഇനി എൻ്റെ മോളായിട്ട് അതൊന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട. എല്ലാം മറവിക്ക് വിട്ടുകൊടുക്കും. എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങും. അവനേക്കാൾ യോഗ്യനായ ഒരുവനെ തന്നെ എന്റെ മോൾക്ക് വേണ്ടി അമ്മ കണ്ടുപിടിക്കും. വസുത പറഞ്ഞതും ആരോഗ്യ പതിയെ അവരിൽ നിന്ന് അടർന്നു മാറി. അമ്മേ, സാധാരണ അമ്മമാരെ പോലെ അല്ല അമ്മ. അമ്മ കുറച്ചുകൂടി എന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആവാതെ ദേവി ഇത് എന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കരുത്. ഇനിയിപ്പോ അർജുനേട്ടൻ വിവാഹം കഴിച്ചതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടാകുമെന്ന് കരുതി ധൃതി പിടിച്ച് എന്റെ വിവാഹം നടത്താനും ശ്രമിക്കരുത്. വിവാഹം അതിനൊക്കെ ഒരു സമയമുണ്ടമ്മേ. അതൊക്കെ അതിൻ്റെതായ സമയമാകുമ്പോൾ അങ്ങ് നടക്കും. തൽക്കാലം എനിക്കൊരു വിഷമവും ഇല്ല. എനിക്കെന്റെ ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്യണമെന്നുണ്ട്. കുറച്ച് യാത്രകൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ ഞാൻ ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ.
ഞാൻ അമ്മയോട് പറയാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 2 വർഷം. അത്രയും സമയം അമ്മ എനിക്ക് തരണം. ചിലപ്പോൾ അതിനു മുന്നേ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായ ഞാൻ അമ്മയോട് പറയാം. ഓക്കെ അല്ലേ? വസ്തുയുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആരോഹി ചോദിച്ചു. അവളുടെ ആ സംസാരമെല്ലാം കേട്ടുകൊണ്ട് അടുക്കളപ്പടിയിൽ തന്നെ വാസുദേവനും ഉണ്ടായിരുന്നു. പിന്നെ അയാളും കൂടി അവർക്കൊപ്പം കുക്കിങ്ങിലൊക്കെ ചേർന്ന് അവര് 3 പേരും ചേർന്നാണ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കിയത്. ശേഷം 3 പേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞ് പതിയെ ആരോഹി മുകളിലെ അവളുടെ മുറിയിലേക്ക് പോയി. വസുതയും വാസുദേവനും ഉച്ചമയക്കത്തിനായി മുറിയിലേക്ക് കയറിയതാണ്. കുറച്ചധികം സമയമായി വാസുദേവൻ കാര്യമായ ആലോചനയിലായിരുന്നു. വസുത ഇടയ്ക്കിടയ്ക്ക് അയാളെ നോക്കുന്നുണ്ടെങ്കിൽ പോലും വാസുദേവൻ ഈ ലോകത്തെ അല്ലെന്ന പോലെയായിരുന്നു അയാളുടെ ഇരിപ്പും ചിന്തയും ഒക്കെ. എന്തുപറ്റി ദേവേട്ട? എന്താണ് ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? വസുത അയാളോട് ചോദിച്ചു. ഏയ്, ഞാൻ ആലോചിക്കുമായിരുന്നു വസുത. ഞാൻ ശരിക്കും ജീവിതത്തിലൊരു പരാജയമായിരുന്നു അല്ലേ? പെട്ടെന്ന് വാസുദേവൻ അങ്ങനെ ചോദിച്ചതും വസുത കാര്യം മനസ്സിലാകാതെ അയാളെ നോക്കി. അതെന്താ ദേവേട്ട അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞാനായിട്ടൊന്നും കരുതി വെച്ചില്ല. ഗൾഫിൽ നല്ല നിലയിൽ ബിസിനസ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഉള്ള പണമെല്ലാം അടിച്ചു പൊളിച്ചു തീർത്തു. അല്ലെങ്കിൽ ആ സമയം അവൾക്കായി എന്തെങ്കിലും കരുതി വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പാർട്ട്നേഴ്സ് ചതിച്ച് ബിസിനസ് പൊട്ടി ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ നമുക്കതെങ്കിലും ഒരു മുതൽക്കൂട്ടാകുമായിരുന്നു. സ്വന്തം മകൾക്ക് വേണ്ടി യാതൊന്നും കരുതി വെക്കാത്ത ഒരു നിർഭാഗ്യവാനായ അച്ഛനായിപ്പോയി ഞാൻ, അല്ലേ? ഓരോ വാക്കുകളും പറയുമ്പോൾ വാസുദേവന്റെ സ്വരത്തിൽ തെളിഞ്ഞു കണ്ട ഇടർച്ച അതവരെ വല്ലാതെ വേദനിപ്പിച്ചു. നോക്ക്, ഞാനോ ആരോഗ്യവും എപ്പോഴെങ്കിലും അത് പറഞ്ഞ് ഏട്ടനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനല്ലടോ. താനും മോളും എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, അതെനിക്കറിയാം. പക്ഷെ മനസാക്ഷി എന്നൊന്നുണ്ടല്ലോ, അതെന്നെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും സത്യം പറഞ്ഞാല് എനിക്ക് എന്റെ മോളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥ. തൽക്കാലം ദേവേട്ടൻ അതേക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കണ്ട. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് ഈ വീട് മാറണം. ഇനിയിപ്പോ അർജുന്റെ വിവാഹം കഴിഞ്ഞു. എന്തായാലും അവനൊപ്പം അവന്റെ ഭാര്യ ഉണ്ടാകും. എത്ര വിഷമമില്ലെന്ന് പറഞ്ഞാൽ പോലും ആരോഹിക്ക് ആ രംഗങ്ങൾ കണ്ടു നിൽക്കാനൊന്നും കഴിയില്ല. എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് 6 മാസത്തിനുള്ളിൽ അവന്റെ വിവാഹം ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്. കഴിവതും ഒരു 6 മാസത്തിനകത്ത് തന്നെ നമുക്ക് ഈ വീട് വിട്ട് മറ്റെവിടേക്കെങ്കിലും മാറാം. വീട് വാങ്ങണമെന്നാണോ ദേവട്ടം പറയുന്നത്? അല്ലടോ, തൽക്കാലം വാടകയ്ക്കെങ്കിലും ഒരു വീടെടുത്ത് മാറാം. പിന്നീട് പതിയെ കുറച്ച് സാമ്പത്തികമൊക്കെ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാം. വാസുദേവൻ പറഞ്ഞപ്പോൾ വസുതയും ആലോചനയോടെ തന്നെ അത് കേട്ടിരുന്നു. കാര്യം കുറച്ച് നാളുകളായി അവരുടെ മനസ്സിലും ആ ചിന്തയുണ്ടായിരുന്നു. എന്തോ അച്ഛനും അമ്മയും അടുത്തുള്ളതൊക്കെ സന്തോഷമാണ്. പക്ഷേ ഭാര്യത്തിനോട് ചേർന്നുള്ള ഈ വീട്ടിൽ തങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാകുമോ? വസുത ആലോചനയോടെ ഓർത്തു. എന്തായാലും നമുക്ക് ആരോഗ്യോടും കൂടി ഇതേപ്പറ്റി സംസാരിക്കാം. അവളുടെ ഡിസിഷൻ എന്താണെന്ന് അറിയണമല്ലോ. തൽക്കാലം ദയവിട്ട് സമാധാനമായിട്ടിരിക്കും. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ട. ആഹാരമൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഇരുവർക്കും ചെറിയ രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. പതിയെ ഇരുവരുടെയും കണ്ണുകളെ മയക്കം വന്നു പൊതിഞ്ഞു. അവരിരുവരും ചെറിയൊരു മയക്കത്തിലേക്ക് വഴുതി വീണു. അതേസമയം ആരോഹി മുകളിലെ റൂമിന്റെ ബാൽക്കണിയിൽ വെറും നിലത്ത് പടഞ്ഞിരിക്കുകയാണ്. അവളുടെ കയ്യിലൊരു ഇംഗ്ലീഷ് ബുക്കുണ്ട്. ഒരു നോവലാണ്. അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാനാകാത്ത വിധം അവളുടെ മനസ്സ് എന്തിലോ കുരുങ്ങിക്കിടക്കുകയാണ്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടുന്നില്ല. അറിയാതെ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അക്ഷിയുടെ ഓർമ്മകൾ കടന്നു വന്നു. അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പോയി. ആ സമയത്ത് മറ്റൊന്നും കൊണ്ടല്ല, സിദ്ധാർത്ഥിന്റെ വിവാഹാലോചനയെപ്പറ്റി അക്ഷി ആരോഹിയോട് പറഞ്ഞതിന് ശേഷം അന്ന് ആരോഹി കാര്യമില്ലാതെ അവന്റെ നേർക്ക് കുറെ ചൂടാവുകയൊക്കെ ചെയ്തു. അത് പിന്നെ അക്ഷി ആരോഹിക്ക് മുഖം കൊടുക്കാറേയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഒഫീഷ്യലായി വിളിച്ച് സംസാരിക്കുമെന്നല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അവളെ തേടിയെത്താറുള്ള അവന്റെ ആ നോട്ടങ്ങൾ പോലും ഇപ്പോഴില്ല. എന്തോ ആദ്യമൊക്കെ വളരെ അരോചകമായി തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളും ആ നോട്ടങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ചിരിയോടെ അവൾ അതും ചിന്തിച്ചിരുന്ന നേരത്ത് അറിയാതെ അവളുടെ കണ്ണുകൾ അർജുന്റെ ബാൽക്കണിയിലേക്ക് നീണ്ടു. വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു അവൾ അവിടേക്ക് നോക്കിയത്. പക്ഷേ
ബാൽക്കണി റെയിലിങ്ങിൽ കൈകുത്തി നിന്ന് ആരോഗ്യെ തന്നെ നോക്കി നിൽക്കുന്ന അർജുനെ കണ്ടതും അവളിൽ ദേഷ്യം നിറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ വായിച്ചുകൊണ്ടിരുന്ന ബുക്കും കയ്യിലെടുത്ത് ആരോഗ്യ ധൃതിയിൽ അകത്തേക്ക് കയറി. അർജുന്റെ മനസ്സിൽ നിരാശ പടർന്നു. അതേസമയം അവൾ മുറിയിലേക്ക് കയറിപ്പോകാൻ നേരം അഴിഞ്ഞൊളിഞ്ഞു കിടന്ന അവിടെ ആ കാർക്കൂന്തൽ കണ്ടതും അവന്റെ കൺട്രോള് പോയി. ഛേ! അവൻ മുഷ്ടി ചുരുട്ടി ബാൽക്കണി റെയിലിംഗിലേക്ക് ഇടിച്ചുകൊണ്ട് അല്പനേരം കൂടി ആ നിൽപ്പ് തുടർന്നു. അർജുന്റെ മുറിക്ക് അഭിമുഖമായി തുറന്നു കിടന്ന ജനാലകളൊക്കെ ആരോഗ്യ വലിച്ചടച്ചു. ശേഷം ബെഡിൽ ചമ്രം പടഞ്ഞിരുന്നു. അവളുടെ കണ്ണുകളിൽ നേർത്ത നീർത്തിളക്കം വന്നതും ആരോഗ്യ കൂടുതലൊന്നും ചിന്തിക്കാതെ തലയണയിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. അർജുൻ നിരാശയോടെ അവന്റെ മുറിക്കകത്തേക്ക് കയറി. അതേ സമയത്ത് അവന്റെ ഫോണിൽ മാൻവിയുടെ കോൾ വന്നു. അതുവരെ മുഖത്ത് മൂടി നിന്ന നിരാശയൊക്കെ മറിച്ച് പുഞ്ചിരിയോടെ അവൻ അവളുടെ കോൾ എടുത്തു. വീഡിയോ കോൾ ആയിരുന്നു അത്. ഒരു ന്യൂഡിൽസ് സ്ട്രാപ്പ് ടോപ്പ് ആയിരുന്നു മാൻവിയുടെ വേഷം. നന്നായി കഴുത്തിറങ്ങിക്കിടന്ന ആ ടോപ്പിനുള്ളിലൂടെ അവളുടെ മാറിന്റെ പകുതിയും വെളിവായി. കട്ടിലിന്റെ പടിയിൽ ചാരിയിരുന്ന് അർജുനോട് കാര്യമായി സംസാരിക്കുകയാണവൾ. പക്ഷെ അർജുന്റെ കണ്ണുകൾ നീണ്ടതത്രയും ആ വെളുത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന മാറിടത്തിലേക്കായിരുന്നു. അവന്റെ വഷളൻ നോട്ടം എവിടേക്കാണെന്ന് കണ്ടതും മാൻവി പതിയെ ഉടുപ്പ് വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടു. ഛേ! അർജുൻ നിരാശയോടെ മുഖം വെട്ടിച്ചു. ആഹാ, അപ്പൊ ഞാൻ പറയുന്നതായിരുന്നില്ലേ ശ്രദ്ധിച്ചോണ്ടിരുന്നത്? മാൻവി ഒരു കള്ളനോട്ടത്തോടെ അർജുനെ നോക്കി ചോദിച്ചതും അവന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. എപ്പോഴായാലും എനിക്കുള്ളത് തന്നെയല്ലേ അതൊക്കെ? അവൻ അനാവശ്യമായ ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചു. അയ്യടാ, അതൊക്കെ സമയമാവുമ്പോ കണ്ടാ മതി. മാൻവി പറഞ്ഞതും അർജുൻ ചുണ്ടു കൂർപ്പിച്ച് അവളെ ഉമ്മയെന്ന് കാണിച്ചു. കുറച്ചേറെ നേരം അവരുടെ ആ സംസാരം നീണ്ടുപോയി. പിറ്റേന്ന് പതിവ് പോലെ ആരോഗ്യ ജോലിക്ക് പോകാനായി ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് അവളൊന്ന് സ്കൂട്ടി എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ബസ്സിലാണ് ഓഫീസിലേക്ക് പോയത്. തുള്ളിക്കൊരു കുടങ്ങണക്കെ നിർത്താതെ പെയ്യുകയാണ് മഴ. ബസിന്റെ ഷട്ടർ അല്പം പൊക്കി. സ്റ്റോപ്പ് എത്താറായോന്ന് അവൾ നോക്കിയതും മഴത്തുള്ളികൾ അനുസരണയില്ലാതെ അവളുടെ മുഖത്തേക്ക് നനവ് പടർത്തി. ആർത്തലച്ച് പെയ്യുന്ന മഴയെ ഭേദിച്ചുകൊണ്ട് ഒരുവിധം അവൾ ഓഫീസിലേക്ക് കയറി. അവൾ ക്യാബിനിൽ ചെന്ന് ഏറെ സമയം കഴിഞ്ഞിട്ടും അക്ഷി വരുന്നുണ്ടായിരുന്നില്ല. ആരോഗ്യയുടെ കണ്ണുകൾ അലക്ഷ്യമായി ക്ലോക്കിലേക്ക് നീണ്ടു. അവൻ എന്താകും വരാത്തത്? ഇനിയൊരു പക്ഷേ വരില്ലാതിരിക്കുമോ? അങ്ങനെയുള്ള പല പല ചിന്തകൾ ആരോഗ്യയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇടയ്ക്കെപ്പോഴോ ചിന്തകളിൽ മതിമറന്ന് താടിക്ക് കൈയും കൊടുത്ത് അവൾ അക്ഷിയുടെ സീറ്റിലേക്ക് നോക്കിയിരുന്നു പോയി. അതേ സമയം തന്നെയാണ് അക്ഷി ലാപ്പിൽ കണക്ട് ചെയ്ത CCTV ചെക്ക് ചെയ്തത്. അവനിന്ന് ബിസിനസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരാളെ മീറ്റ് ചെയ്യേണ്ടതിനാൽ ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുള്ളൂ എന്ന് തീരുമാനിച്ചു. അതേസമയം CCTVയിലൂടെ തന്റെ ക്യാബിനെ നോക്കിയ അക്ഷയുടെ ചുണ്ടിലും അറിയാതെ ഒരു ചിരി വിടർന്നു പോയി. തന്റെ സീറ്റിലേക്ക് തന്നെ നോക്കി താടിക്ക് കയ്യും കൊടുത്ത് സ്വപ്നം കണ്ടിരിക്കുന്ന ആരോഗ്യ തുടരും.